യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 11-ാം അധ്യായം 21-ാം തിരുവചനം. പാപിയുടെ നേട്ടങ്ങളിൽ അസൂയ വേണ്ട, കർത്താവിൽ ശരണം വെച്ച് നിന്റെ ജോലി ചെയ്യുക. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവവചനം വളരെ ശക്തമായിട്ട് നമ്മളോട് പറയുകയാണ്. നമ്മുടെ കർത്താവായ ദൈവത്തിന് നീ ഏതവസ്ഥയിലായിരുന്നാലും, നീ ലോകത്തിൻ്റെ മുന്നിൽ ദരിദ്രനായാലും, ദൈവത്തിൻ്റെ മുന്നിൽ നീ ആധ്യാത്മികമായി ദരിദ്രനായാലും, നിന്നെ സമ്പന്നനാക്കാൻ ആ സ്നേഹനിധിയായ കർത്താവിന് ഒറ്റ നിമിഷം മതി. ഈ ലോകത്തിലുള്ള ആർക്കും നിങ്ങളെ സമ്പന്നനാക്കാൻ സാധിക്കുകയില്ല. ദൈവത്തിൽ ശരണം വെച്ചാണ് നീ പ്രവർത്തിക്കുന്നതെങ്കിൽ, നീ ജോലി ചെയ്യുന്നതെങ്കിൽ, അതിൻ്റെ പ്രതിഫലം നിനക്ക് അനുഗ്രഹമായി മാറും. നിന്റെ കഴിവിലാണ് നീ ശ്രദ്ധിക്കുന്നതെങ്കിൽ, അത് നിനക്ക് നാശമായി മാറും. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുനർവിചിന്തനം ചെയ്യാം. നമ്മളുടെ സ്വഭാവത്തെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും ദൈവത്തെ ശരണം വെച്ച് നമുക്ക് ചെയ്യാം. നമ്മുടെ ജോലികളിൽ, അത് ഏത് ജോലിയാണെങ്കിലും കർത്താവിൽ സമർപ്പിച്ചുകൊണ്ട്, കർത്താവിൽ ശരണം വെച്ചുകൊണ്ട് അത് നമുക്ക് തുടങ്ങാം. ഞാൻ ദരിദ്രനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം, കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നതിനാൽ എൻ്റെ ഈ അവസ്ഥ ദൈവം മാറ്റാൻ ഒരു നിമിഷം കൊണ്ട് സാധിക്കും. എൻ്റെ ദൈവത്തിന് ഞാൻ മഹത്വം കൊടുക്കും എന്ന് പറഞ്ഞ് കർത്താവിനോടൊപ്പം ആയിരിക്കുക. ദൈവത്തിൻ്റെ മുന്നിൽ എളിമപ്പെട്ടുകൊണ്ട് കൃതജ്ഞതാഗീതത്തോടെ നമുക്കായിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. മക്കൾ അനുഗ്രഹമായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ലോകത്തിൽ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായ ജീവനുള്ള ദൈവമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.